ഹായ് ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും അവർ ജേണി വ്ളോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇവിടെ വന്നേക്കണത് മസാഫിലുള്ള ഒരു ഗാർഡൻ്റെ ഉള്ളിലേക്കാണ്. ഫ്ലവർ ഗാർഡൻ. അപ്പോൾ നമ്മൾ ഗാർഡൻ്റെ ഉള്ളിലേക്കുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ പറയാം. അതിൻ്റെ ഉള്ളിൽ തന്നെ. പക്ഷേ അതിൻ്റെ ഫീസൊക്കെ എത്രയാണെന്ന് അറിയില്ല. ആദ്യം ഫീസ് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ കേട്ടറിവ് ഒരു 3 വർഷം മുന്നേ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അറിയില്ല ഫീസ് ഉണ്ടെന്ന് അറിഞ്ഞാൽ. അപ്പോൾ അവിടുത്തെ ഫീസ് എത്രയാണെന്നും അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. ഈ കാണുന്ന ഈ താഴ്ചയുള്ള ഭാഗങ്ങൾ ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിറഞ്ഞൊഴുകി പോകും. ഇവിടെ പെട്ടെന്ന് വെള്ളം ഇറങ്ങി പോവില്ല. ഇവിടെ നാട്ടത്തെ പോലെ ഈ ഗൾഫ് കൺട്രിയിൽ വെള്ളം അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി പോവില്ല. ഇതിൽ വെള്ളം നിറഞ്ഞൊഴുകി പോകുമ്പോൾ നല്ല രസമായിരിക്കും ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ. കണ്ടോ ഇതെങ്ങനെ ഇതിനെ ബാധ്യത ശരിക്കും പറയാം കേട്ടോ. ഇവിടെ ഈ വെള്ളം ഒഴുകി പോകണ നമ്മുടെ നാട്ടിൽ ഈ തോടിനൊക്കെ പറയണ പോലെ തോടെന്ന് പറയണ പോലെ ഇതിൻ്റെ ഇവിടെ അറബി വാക്ക് ഉപയോഗിക്കുന്നത് വാദി എന്നാണ്. ഞാൻ ജസ്റ്റ് ഇവിടെ നിർത്തിയപ്പോൾ ഒന്ന് എടുത്തു മാത്രം കേട്ടോ. നല്ല രസമായിരിക്കും ഇതിൽ നിറഞ്ഞു പോകുമ്പോൾ കാണാൻ. കണ്ടോ വെള്ളം കുത്തിയൊലിച്ച് പോയതിൻ്റെ അടയാളങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഏറ്റവും കൂടുതൽ ദുബായിൽ എഫക്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് റാസൽ ഖൈമ, ഫുജൈറ, ഖുർഫഖാൻ മഴ പെയ്ത് കഴിഞ്ഞാൽ. ഞങ്ങൾക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മസാഫിലുള്ള ഫ്ലവർ ഗാർഡനിലേക്കാണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള ഈ കാഴ്ച കാണുന്നത് കേട്ടോ. വലിയൊരു കയറ്റാണ്. ഇത് സിംഗിൾ റോഡാണ് കേട്ടോ. വലിയൊരു കയറ്റം കൂടിയാണ്. ഭാഗത്തോട്ടാണ് അതിലുണ്ടോന്ന് അറിയില്ല. ഇയാൾ ദുബായിൽ നിന്ന് വരുന്ന റോഡല്ല കേട്ടോ. ഇത് ഫുജൈറയിൽ നിന്ന് ദിബ്ബ വഴിക്ക് പോകുന്ന റോഡാണ് മസാഫിയിലേക്ക്. കാരണം ദുബായിൽ നിന്ന് വരുമ്പോൾ ഇതുപോലത്തെ റോഡ് കിട്ടില്ല. ഇത് ഫുജൈറയിൽ നിന്ന് മസാഫിക്ക് പോകണ ദിബ്ബ വഴിക്കുള്ള റൂട്ടാണ്. ഇത് ഗേറ്റിന് മുന്നിലുള്ള സൈൻ ബോർഡ് കേട്ടോ. ഞങ്ങൾ എൻ്റർ ആയിട്ടില്ല. അവിടെ ചെന്നിട്ട് ഇവിടെ ഫീസൊക്കെ എത്രയും നോക്കണം. പാർക്കിംഗ് ഇത് എത്ര സ്പേസ് ഉണ്ട് ഇവിടെ. ഫ്രീ പാർക്കിംഗ് ആണ്. ഇതൊരു കച്ചേട്ടാ ഈ ഭാഗം. ഇവിടെ മെൻഷൻ ചെയ്തിട്ട് UAE ഫ്ലവർ ഫാം. സ്പോട്ട് വരുന്നത് ഫുജൈറയിലാണ് കേട്ടോ. ഫുജൈറ മസാഫി. ടിക്കറ്റ് പ്രൈസ് വരുന്നത് പെർ ഹെഡ് 50 ആണ് കേട്ടോ. 2 വയസ്സിന് താഴെയുള്ളവർക്ക് ടിക്കറ്റ് ഇല്ല. അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് പോകാൻ നിൽക്കുകയാണ്. 2 പേർക്ക് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞാനും എൻ്റെ വൈഫ്. അങ്ങോട്ട് പോകാം. ഇതിൻ്റെ ഉൾവശം ഞങ്ങൾ എൻ്ററായതിന് ശേഷമുള്ള ഉൾവശമാണ് കേട്ടോ ഈ കാണുന്നത്. 15 തരത്തിന് നമുക്ക് നഷ്ടമൊന്നുമില്ല കേട്ടോ അത് കാണാൻ. പ്രത്യേകിച്ച് ഫ്ലവേഴ്സ് അല്ലേ. പല ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. പേര് എങ്ങനെയൊന്നും എനിക്കറിയില്ല പറയാൻ. സ്പെഷ്യൽ കോഫി ഷോപ്പ് ഉണ്ട് ഇവിടെ. സ്പെഷ്യൽ കോഫി എന്ന് എഴുതിയിട്ടില്ല. എന്താണെന്ന് എൻ്റെ അറിയില്ല. വിവിധ ഇനം ഫ്ലവേഴ്സ് ഉണ്ട് ഇവിടെ. ഒരുപാട് ഇനം പുഷ്പങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നിൻ്റെ പേരിവിടെ എഴുതിച്ചിട്ടില്ല. അത് കാരണം എനിക്കും പേര് പറയാറില്ല കേട്ടോ. റിയലി സോറി. ഇതായിട്ടൊന്നും കൂടുതൽ ബന്ധമില്ലാത്തതുകൊണ്ടാണ്. കുറേ ദിവസമായി ഇവിടെ വരണം വിചാരിച്ചിരിക്കണം. പക്ഷേ ഒരു 3-4 മാസം മുന്നേ ഞങ്ങൾ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അടച്ചിട്ടേക്ക. ഇത് ഫുൾ ടൈമില്ല കേട്ടോ. ഈ ചൂട് സമയത്ത് തുറന്നു വെച്ചിട്ടുണ്ടാവില്ല. അധികം ഈ വിൻ്റർ സീസണിലാണിത്
ഓപ്പൺ ആവണത്. മരുഭൂമിയിലെ പൂന്തോട്ടം എന്ന് പറയും. ഗാർഡൻ്റെ ചുറ്റും മലകളാണ് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. ഈ ഗാർഡൻ്റെ ഉള്ളിൽ വിവിധ ഇനം പക്ഷികളൊക്കെ ഉണ്ട് കേട്ടോ. പ്രാവുകൾ, അമരി, കുറച്ച് മൃഗങ്ങളൊക്കെ ഉണ്ട്. ഈ കുതിര, അതുപോലത്തെ മാൻ പലതരം ഉണ്ട്. പക്ഷേ ഒരു തരത്തിനെ കണ്ടിട്ടുള്ളൂ. ഓരോന്നിനോരോ പേരുണ്ടല്ലോ. അത് കറക്റ്റ് മാൻ്റെ പേര് അറിയാത്തോണ്ടാണ് കേട്ടോ പറയാത്തത്. വൈറ്റ് കളറുള്ള മയിലിനെ ആദ്യമായിട്ട് കാണുന്നത്. വൈറ്റ് കളറുള്ള മയിൽ. വൈറ്റ് അല്ല, ബ്ലാക്ക്. So every time when I was playing in the valley golf, so there's one guy who has like a big car and it's like a big well. ഞങ്ങളൊരു സ്പെഷ്യൽ കോഫി കുടിക്കാൻ വന്നിട്ടാണ് കേട്ടോ. എൻ്റെ പ്രൈസൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ വൈഫിനൊരു കോഫി വേണമെന്ന് പറഞ്ഞു, സ്പെഷ്യൽ കോഫി. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നോക്കാൻ വിചാരിച്ചു. ഇതൊന്നിന് 15 ദിർഹം കേട്ടോ, സ്പാനിഷ് ലാറ്റെ. ഈ സ്നാക്കിന് 3 ദിർഹമുള്ളൂ. അപ്പോൾ ടേസ്റ്റ് നോക്കലേ. പിന്നെ കോഫി കുറച്ചടിച്ച് കഴിക്കണം കേട്ടോ. ഒക്കെ അടിച്ച് കഴിക്കില്ലേ? ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. ഇത് പറയാം. അപാര രുചി കേട്ടോ. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അപാര രുചി തന്നെ. ഫസ്റ്റ് എക്സ്പീരിയൻസ് അത്. രേഖ ഇവിടെ വിവിധ ഇനം പുഷ്പങ്ങളുണ്ട്. ഇതിൻ്റെ ഒരു പേരൊക്കെ അറിയോ? ഇതിന്റെ പേര് നമ്മുടെ നാട്ടിലത്തെ സീനിക. ഇത് മാങ്ങനാറി. മാങ്ങനാറി. ഓക്കെ. പക്ഷെ ഇതിന്റെ നമ്മുടെ നാട്ടില് കളർ വ്യത്യാസമുണ്ടോ? കളറ് മഞ്ഞ്, പിന്നെ ചുമപ്പ്, അങ്ങനെയാണ് ഓറഞ്ച് പോലത്തെ. ഇത് നോക്കിയാൽ വെള്ളയുണ്ട്, വയലറ്റ് ഉണ്ട്. സീനിക ഒരുപാടുണ്ടല്ലേ. യു എയിൽ താമസിക്കുന്നവരൊന്ന് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്ത് പോകണം കേട്ടോ. 15 ദിർഹത്തിന് നമുക്ക് നഷ്ടമില്ല. നമ്മൾ ദുബായിലെ മറ്റേ ഇതിൻ്റെ പേരൊന്ന് മിറാക്കിൾ ഗാർഡൻ. അവിടെ നല്ല വിവിധ ഇനം പുഷ്പങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടി പറയുള്ളത് മാത്രം. നമ്മൾ 15 ദിർഹം കൊടുത്ത് കാണുന്നതിൽ ഒരു നഷ്ടമില്ല. യു എയിൽ താമസിക്കുന്നവർ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തോളൂ ഇവിടെ. ഇത് കിടക്കുന്നത് ഫുജറയിലെ മസാഫിയിലാണ്. 15 ദിർഹമുള്ള പെർ ഹെഡ്. കുട്ടികൾക്ക് ഫീസില്ല, 2 വയസ്സിന് താഴെയുള്ളവർക്ക്. ഇത് ലാവണ്ടറാന്ന് തോന്നുന്നുണ്ട്, സംശയം. ഇത് നമ്മുടെ നാട്ടിലെ ചെണ്ടമല്ലി പൂവാണ് കേട്ടോ. ചെണ്ടമല്ലി അല്ല പറയാം, ചെണ്ടമല്ലി. ഇത് രസമാണ് നോക്കിയേ.
അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ഫ്ലവറിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞു. ഇത് ലാസ്റ്റ് വീഡിയോ ആണ്. ഇനി ഇവിടുന്ന് ഞങ്ങൾ അടിയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇനി ബോൾ വശത്ത് കാര്യമായിട്ടൊന്നുമില്ല, കുറേശ്ശൊക്കെ ഉണ്ട് ബോൾ വശത്ത്. രാവിലെ അങ്ങോട്ട് പോടാ. ഗാർഡൻ കണ്ടിട്ട് തിരിച്ച് വരുമ്പോഴേക്ക് അവിടുന്ന് കഷ്ടി ഒരു 500 മീറ്റർ. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ വരുമ്പോഴേക്ക് ലെഫ്റ്റ് സൈഡിൽ അബു അമർ മ്യൂസിയം ഉണ്ട്. പക്ഷേ അത് ഓപ്പൺ അല്ല. ഞങ്ങളിവിടെ നോക്കിയപ്പോൾ അത് ഓപ്പൺ അല്ല. അപ്പോൾ ഞങ്ങൾ പുറത്ത് കാണാൻ കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ ആരും കാണാനില്ല. അപ്പോൾ ഞങ്ങളിത് റോഡ് സൈഡിൽ അവിടേക്ക് എൻ്റർ ആവുന്നിടത്ത് കണ്ട കുറച്ച് പിക്ചേഴ്സ് എടുത്തത് മാത്രം. ഇവിടെ ഒരാളെയും കാണാനില്ല. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാണാനുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇത് ഇപ്പോൾ ഓൾറെഡി അടച്ചിട്ടൊക്കെ സംശയമുണ്ട്. കാരണം ആരും കാണാനില്ല. അറബിയിലെന്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പുറത്താണ് വെച്ചിട്ടുള്ളത്, ഷോക്ക് വെച്ചിട്ട് പുറത്ത്. ഇവിടെയൊക്കെ എന്തൊക്കെയോ ഒരു ഈ മ്യൂസിയത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. എനിക്കറിയാം, ഉടുക്കാണെന്ന് തോന്നുന്നു. ആ, നമ്മുടെ നാട്ടിൽ ഉടുക്കെന്ന് പറയും. പക്ഷെ ഇവര് എന്താ പറഞ്ഞറിയില്ല. ത്രാസ്, ഇത് നേരത്തെ ഞാൻ കാണിച്ച സൈൻ ബോർഡിൻ്റെ മുന്നിലുള്ള വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് മ്യൂസിയം എന്ന് പറഞ്ഞത്, പക്ഷെ പടച്ചിട്ടൊക്കെ. ഞങ്ങളങ്ങനെ ഇവിടുത്തെ ഗാർഡനൊക്കെ കണ്ടു. ഒക്കെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ വരും വഴിക്ക് കണ്ട ചെറിയൊരു മ്യൂസിയമാണ്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി പറയാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ നല്ല സപ്പോർട്ട് നിങ്ങളെല്ലാവരും ഉണ്ടെങ്കിലാണ് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഓൾ എന്നുള്ള ബട്ടണും കൂടി നടിക്കുക. അപ്പോൾ നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമ്മൾ വീണ്ടും വേറൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ, ബൈ.